Good morning guys. അപ്പോൾ നമ്മൾ ഇന്ന് വാഷിംഗ് മെഷീൻ്റെ മെയിൻ്റെനൻസിലോട്ടാണ് കടക്കുന്നത്. ജസ്റ്റ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. നമുക്കപ്പോൾ നോക്കാം. ഇത് വേൾപൂളിൻ്റെ ഈ സൂപ്പർ സോക്ക് എന്ന് പറയുന്ന മോഡലാണ്. ഇതിന് പൊതുവേ ഒരു കംപ്ലൈൻറ്റ് വരുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെള്ളം കിട്ടി നിൽക്കാറുണ്ട്. അപ്പോൾ പല ആൾക്കാർക്കും അത് ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. പക്ഷെ ആർക്കും അറിയത്തില്ല, ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ഹോൾ കണ്ടു, ഈ ഒരു ഹോള് അത് അടഞ്ഞു പോകുമ്പോഴാണ് വെള്ളം ഇതിൽ കെട്ടി നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇതുവഴി ഇങ്ങനെ വെള്ളം പോകാറുണ്ട്. കെട്ടി നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ വെള്ളം എപ്പോഴും ലീക്കായി ഇതൊരു കറയിട്ട് വരാറുണ്ട്. അപ്പോൾ ഇന്നിവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ടൂള് ഒരു സ്ക്രൂ ഡ്രൈവർ, കോമൺ സ്ക്രൂ ഡ്രൈവർ. ഓക്കെ, പിന്നെ ഒരു കത്തി, എന്തെങ്കിലും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ടുണ്ടെങ്കിൽ, പിന്നെ ഒരു പ്ലെയറിൻ്റെ ആവശ്യമില്ല, നമ്മൾ ജസ്റ്റ് എടുത്തേക്കുക. പിന്നെ നമ്മൾ വാഷിംഗ് മെഷീനിൽ സാധാരണ ശ്രദ്ധിക്കേണ്ട ഈ ഒരു സംഭവം, ഇതിൽ ഇങ്ങനെ ഡേറ്റൊക്കെ പിടിച്ചിരിക്കും. ഇതെടുത്ത് ക്ലീൻ ചെയ്യേണ്ട നമ്മുടെ ആവശ്യമാണ്. ഇതുകൊണ്ടോ എത്രയോ അഴുക്കുണ്ട് ഇതിൽ, ആരും ശ്രദ്ധിക്കാറില്ല. ജസ്റ്റ് ഒന്ന് ഇത് തിരിച്ച് പുറത്തോട്ട് എടുത്താൽ മതി. ഇപ്പോൾ കാണിച്ചു തരാം. ഉണ്ടോ എന്തോ ഒരു അഴുക്ക്, നമ്മുടെ തുണികളിലുണ്ടാകുന്ന അഴുക്കുകളാണ് ഇതെല്ലാം ഇങ്ങനെ വന്ന്. ആക്ച്വലി ഇത് വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പോയി അത് കംപ്ലൈൻ്റ് ആവാതിരിക്കണം. ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ എടുത്ത് കളയേണ്ട ആവശ്യമുള്ളൂ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഫിൽട്ടർ ക്ലീനിങ് മാറ്റി വെച്ച് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ബാക്കി ഇടുന്നതിന് മുന്നേ ഞാൻ ക്ലീൻ ചെയ്യും. അപ്പോൾ ഇത് മെയിനായിട്ട് നമ്മുടെ വാഷിംഗ് ടബ് അതെങ്ങനെ ക്ലീൻ ചെയ്യുന്നു നോക്കിയാൽ മതി. ഏത് മോഡലാണെങ്കിലും ഇതിൽ ഒരു പോയിൻ്റ് ഉണ്ടാവും. ഇത് ഇവിടെ കണ്ടോ, ഒരു ഗ്യാപ്പ് കണ്ടോ, ആ ഗ്യാപ്പിൽ ജസ്റ്റ് സ്ക്രൂ ഡ്രൈവർ വെച്ച് പൊക്കിയാൽ മതി. ഓഹ്, അഴുക്ക് കണ്ടോ ഗൈസ്, നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ഇതൊരു അഴുക്ക്. അപ്പം നമുക്ക് ഊഹിക്കാൻ പറ്റും ഇതിൻ്റെ ഉള്ളിൽ എന്തോരം അഴുക്കുണ്ടെന്ന്. എന്നിട്ട് ഇത് ജസ്റ്റ് സ്ക്രൂ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. അധികം ടൈറ്റൊന്നും കാണൂല, എല്ലാവർക്കും കഴിക്കാൻ പറ്റും. കാരണം ഞാൻ ഇത് കണ്ടോ, നോർമലായിട്ടുള്ളൊരു സ്ക്രൂ ഡ്രൈവർ എടുത്തിരിക്കുന്ന, ബൈക്കൊക്കെ ടൂൾ കിറ്റിൽ വരുന്ന സാധനം. എൻ്റെ ബ്രദറിന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ടൂളൊക്കെ അവൻ വാങ്ങിച്ചിട്ട് വരാറുണ്ട്. ഇത് ജസ്റ്റ് അഴിച്ചിട്ട് പൊങ്ങി വരുമെന്നാണ് എൻ്റെ ഒരു ഊഹം. ഈ ഒരു സ്ക്രൂവിലാണ് മെയിൻ വാഷ് ടബ് ഇരുന്നത്. അത് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി പൊക്കി എടുക്കുമ്പോഴേക്കും വരുമായിരിക്കും. നമ്മൾ അഴിക്കുന്ന സാധനം കണ്ടോ, എന്തോരം അഴുക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തോരം അഴുക്കുണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. ഇതിൻ്റെ സൈഡിൽ ഒരു ഫിൽറ്റർ ഉണ്ട് കണ്ടോ, ഇതിങ്ങനെ ജസ്റ്റ് വലിച്ച് കാണാം എന്തോരം അഴുക്കാണ് ഇതിൻ്റെ അകത്തുനിന്ന്. ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കും എന്തോരം അഴുക്കുണ്ടെന്ന്. ഇത് കണ്ടോ, വാറന്റിക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇത് കാണുന്നുണ്ടോ, പെട്ടെന്ന് പോയി. ഇത് എപ്പോഴും വെള്ളമായിട്ട് കോണ്ടാക്ട് വരുന്ന കാരണം ഇത് ഇളകാൻ പാടുള്ള അഴുക്കൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഞാനിത് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഗൈസ്, ഈ അഴുക്കൊക്കെ പോയിട്ടുണ്ട്. ഇനി കുറച്ചുള്ളത് അത് വെള്ളത്തിൻ്റെ പഴയ കറയാണ്, അത് പോകുന്നില്ല. ബാക്കി ഞാൻ മൊത്തം ക്ലീൻ ചെയ്ത് ഇതിൽ മറ്റേ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരുമാതിരി സിമെൻറ്റ് കലക്കി വരുമ്പോൾ ഒരു ഇതുണ്ടാവില്ല, ലൈക്ക് ദിസ്, ഇതുപോലത്തെ സാധനമായിരിക്കും ഗൈസ്. അപ്പോൾ ഇത് നമ്മൾ വാഷ് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. കാണാൻ സാധിക്കും എന്തോരം ക്ലീനായെന്ന്. ഓക്കെ, അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് നേരെ കൊണ്ടുപോവുക. എൻ്റെ താഴത്തായതില്ലേ കാണുന്നതായിട്ട് അലൈൻ ചെയ്യുക. അതിൽ നിന്നാണ് ഡ്രൈവ് വരുന്ന മോട്ടറിൽ നിന്നുള്ള. ജസ്റ്റ് പുഷ് ചെയ്യുക, ദാറ്റ്സ് ഓൾ. ഫിറ്റായിരിക്കാം. ഓക്കെ, ഇനി സ്ക്രൂ ഗൈസ്. അങ്ങനെ നമ്മൾ സ്ക്രൂ ആശൻ ഫോക്കസ് ആവുന്നില്ലല്ലോ. സ്ക്രൂ ആശനെ ക്ലീൻ ആയിട്ടുണ്ട്. അങ്ങനെ തിരിച്ചിടാൻ പോവുകയാണ്. ഓക്കെ, കാണാമല്ലോ.
ഇത് ഇടുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. ത്രെഡ് ക്രോസ് ത്രെഡ് ആയിക്കഴിഞ്ഞാൽ കയറി ഇങ്ങ് ടൈറ്റ് ആവും. പിന്നെ ഇനിയൊരു ക്ലീനിങ്ങിന് വേണ്ടി നമുക്ക് അഴിക്കാൻ സാധിക്കില്ല. ഇനി അഥവാ അഴിച്ചാൽ തന്നെ അത് തിരിച്ച് ഉപയോഗിക്കാൻ സാധിക്കില്ല. കാരണം നമ്മൾ വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ട് ടൈറ്റ് ചെയ്യുക. ഓക്കെ, ഈസി ആയിട്ട് പോകണം. അത് ടൈറ്റ് ചെയ്തു, ഫുള്ളി ടൈറ്റായി. നമ്മുടെ കുഞ്ഞ് സുണ ആപ്ലിക്കേഷൻ കണ്ടോ, ഇതിലെന്തോരം അഴുക്കുണ്ടെന്ന് നിങ്ങൾ നേരത്തെ കണ്ടായിരുന്നു. അതെ, അത് തിരിച്ച് റീപ്ലേസ് ചെയ്യാൻ പോവാണ്. ഇതിൽ 3 കാലുണ്ട്. അത് അതിൻ്റെ 3 ഹോളിൽ പ്രോപ്പറായിട്ട് ദാറ്റ്സ് ഇറ്റ്. ക്ലിക്ക് സൗണ്ട്. ഇനി നമുക്കിതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം ഗൈസ്. അപ്പോൾ പ്ലഗൊക്കെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. സ്വിച്ച് ഓൺ ചെയ്യുന്നു, നോക്കാം ഓണാകുവാണ്. റെഡി, സ്റ്റഡി. യെസ് ഗൈസ്, ഇറ്റ്സ് വർക്കിംഗ്. യാതൊരുവിധ പ്രശ്നവുമില്ല. അപ്പോൾ ഗൈസ് പണിയൊക്കെ കഴിഞ്ഞ് ടൂൾസൊക്കെ എടുത്തു. ഇത് മാത്രമേ ആവശ്യമായിട്ട് വന്നുള്ളൂ. ബാക്കി 2 കൂട്ട് വന്നു വരാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.